74കാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന അന്നൊക്കെ കൂട്ടിയിട്ട് അങ്ങാടിക്ക് ഇറങ്ങിയാലേ പൈസക്ക് നല്ല ചെലവാ. അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ ദുബായിൽ നിന്നപ്പോ എന്ത് ഉണ്ടാ കൊടുന്നേ? ഞാൻ മേക്കപ്പ് സെറ്റ് അല്ലേ പറഞ്ഞു, അതൊക്കെ ഇവിടെ തന്നെ വാങ്ങിക്കണം. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. പിച്ചിനെ പേടിപ്പിച്ചല്ലേ മുത്തേ, പിച്ചി പേടിച്ചേരി കേട്ടോ. ചില്ലറ കടുങ്കാഞ്ചി ഒന്നല്ലേ ഇജ്ജ് പേടിച്ചണം. അല്ല എന്തുവാ ഇജ്ജ് എപ്പോഴാ ദുബായിൽ നിന്ന്? ഞാൻ ഇന്നലെ രാത്രി വന്നതേ. എങ്ങോട്ടാ ഇവിടെ കൊണ്ട് ഇറങ്ങിക്കണു? ഞാൻ ഇവളോട്ടൊന്ന് അങ്ങാടിക്ക് ഇറങ്ങിയതാണ്. ഈ കടുങ്കാഞ്ചിന്റെ മെരട്ടാണ്. മെരട്ടും ഇങ്ങനത്തെ സൈസുകളൊക്കെ പേടിച്ചണം. ഉറങ്ങി കിടക്കുമ്പോഴേ ഇടക്കൗത്ത് കിട്ടും. അല്ല മനു, എന്തപ്പോ അങ്ങനെ ഒരു വർത്താനോ? ഇപ്പൊ പെൺകുട്ടികളൊക്കെ പേടിച്ചണ കാലാണ് അന്ത്രോ. അതുകൊണ്ട് മേടിച്ചിട്ട് വന്നാൽ മതി, ഞാൻ പോരെ പോവാണ്. നിങ്ങളുണ്ട് നിങ്ങളൊരു കൂട്ടുകാർ കേറി എന്നാ എന്തൊക്കെ ഗൾഫത്തെ വർത്താനം? ഇതൊക്കെ വർത്താനോ? അവിടെ ഇപ്പൊ യുദ്ധാവോണ്ട് നമ്മളെ ബിസിനസ് ഒക്കെ ഡള്ള. അവിടെ എനിക്ക് വലിയ ബിസിനസ് ആണില്ലേ. കൊറേ കടകളുണ്ടായിരുന്നു വെച്ചാ അവിടെ ഒക്കെ യുദ്ധത്തിന് പൂട്ടി. എങ്ങനെയുണ്ടായിരുന്നോ എന്റെ ഫ്ലൈറ്റ് യാത്ര ഒക്കെ? പൊന്നാരന്റെ ബാനുജി ഫ്ലൈറ്റ് യാത്രനെ കുറിച്ച് പറഞ്ഞപ്പോഴാ അത് വലിയ രസം. ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുമ്പോ കുറെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകുമ്പോ ഒരു പണിക്കാരൻ ജോലിക്കാരൻ വന്നിട്ട് ഫ്ലൈറ്റിന്റെ ഡ്രൈവർക്ക് വയറുവേദനയാണ്, ഫ്ലൈറ്റ് ഓട്ടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ നീച്ച് കജ്ജു നോക്കി, ഇച്ചറിയുന്ന പറഞ്ഞു. ഞമ്മക്ക് ഇവിടെ ലോറിയും ബസ്സൊക്കെ ഓട്ടിയിട്ടില്ല, പരിചയം ഉണ്ടല്ലോ ഞമ്മക്ക്. അപ്പൊ നിങ്ങൾ വരിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സീറ്റിൽ കയറി. ഞാൻ അങ്ങനെ വെയ്ക്കണ മാതിരി ഞാൻ അങ്ങനെ പോയി. ഒരു കരിപ്പൂർ എയർപോർട്ടിൽ ഇങ്ങനെ എത്താൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോ ചറക്കുമ്പോ ഒരു തപ്പ്. കാരണം ഞമ്മക്ക് നമ്മളെ നാട്ടിൽ കുണ്ടും കുജുന്ന ഒരു കുണ്ടുക്ക് ഇങ്ങനെ ചാടിയിട്ടില്ല പരിചയമാണല്ലോ. അപ്പത്തിന് പിന്നെ ഡ്രൈവറെ വയറുവേദന മാറിയിരിക്കും. അപ്പൊ പിന്നെ മാറ്റിയിരുന്നു. അങ്ങനെ ഡ്രൈവറെ ഇറക്കി. അത് വല്ലാത്തൊരു അനുഭവം ചെയ്യുന്നു കേട്ടോ. പറയുന്നേ വേണം പൊന്നാരന്റെ മാറ്റം. വല്ലാത്തൊരു പായം തന്നെ. അന്നെക്കൊണ്ട് സഹായിക്കോളൂ കേട്ടോ. അതൊക്കെ പോട്ടെ മാനോ. ഇപ്പൊ ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് അങ്ങോട്ട് വരായിരുന്നത് എന്തിന്? അതിൻ്റെ അടുത്തൊന്നും ഒരു അത്തരം കുപ്പി കുടിച്ച് തരൂല. പിന്നെ ഞാൻ ഇവിടെ വരുന്നു. പെട്ടിയൊന്നും പൊളിച്ചിട്ടില്ല മാനുവോ. പെട്ടി പൊളിച്ചുമ്പോ എന്തായാലും ഞാനൊരു അത്തരം കുപ്പി തരും, ഉറപ്പായിട്ടും തരും കേട്ടോ. എന്താ കോയമ്പത്തൂർ വന്നു? കോയമ്പത്തൂരോ? ഞാനോ? അത് ഞാനൊന്നും എനിക്കാണ് പറ്റും. ഇംഗ്ലണ്ടിൽ അനക്ക് നല്ല ചായ ആറ്റാൻ വെക്കൂല്ലേ? ഞാൻ റോഡ് സൈഡ് നല്ല ആറ്റലാണല്ലോ ചടന്നിട്ട്. എൻ്റെ വീടെല്ലാം ഒരു കുറവില്ലല്ലോ അന്ത്രോ. ആ പഴയ പോലെ തന്നെ എൻ്റെ ഒരു വിമാനം വെച്ചും